ആദവും ഹവ്വയും പാപികളല്ലായിരുന്നു. തേജസ്സിൽ നിന്ന മനുഷ്യനിൽ ശാപം ഇല്ലായിരുന്നു. തേജസ്സിൽ നിന്ന മനുഷ്യനിൽ മരണം ഇല്ലായിരുന്നു. ഞാനിത് പ്രസംഗിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ അസാധാരണമായ സൗഖ്യങ്ങൾ. ഒന്നുകൂടെ പറയാം. തേജസ്സിനകത്ത് നിന്ന ആദം രോഗിയല്ലായിരുന്നു. തേജസ്സിൽ നിന്ന ആദം ഹവ്വ പാപിയല്ലായിരുന്നു. തേജസ്സിൽ നിന്നവരിൽ ശാപം ഇല്ലായിരുന്നു. പാപത്തേക്കാൾ മുമ്പുണ്ടായിരുന്നത് തേജസ്സാണ്. തേജസ് പോയത് പാപം ചെയ്തപ്പോഴാണ്. മനുഷ്യനിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. തേജസ് നഷ്ടപ്പെട്ട ആദം രോഗിയായി. തേജസ് നഷ്ടപ്പെട്ട ഹവ്വ ആദം ശാപഗ്രസ്തരായി. തേജസ് നഷ്ടപ്പെട്ടവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി. കാരണം തേജസ്സിനകത്ത് നിൽക്കുന്നവനുള്ളതാണ് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും. അതുകൊണ്ട് മാനവകുലം പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ ഈ തേജസ് മനുഷ്യനിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് തേജസ്സിന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കണ്ടോ, ക്രൂശീകരണത്തിന്റെ വിഷയത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തേജസ്സിന്റെ കർത്താവ്. എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിന്റെ സംഘാടകർ, ഇതിന് ചുക്കാൻ പിടിച്ച യൗവനക്കാർ, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒന്നും മക്കളെ കർത്താവിൽ വ്യർത്ഥമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? എന്തിനാ വചനം പ്രസംഗിക്കുന്നത്? ഈ സുവിശേഷയോഗം എന്തിനാ ഇവിടെ നടത്തുന്നത്? 2 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം അഥവാ തേജസ് പ്രാപിക്കാനല്ലോ. നീ അങ്ങനെ പറയാ, പ്രാപിക്കട്ടെ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുന്ന വേടാണ്. പ്രാപിക്കട്ടെ, ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇന്ന് രാത്രിയിൽ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് നീ തേജസ് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. തേജസ്സിനെ പ്രാപിക്കുവാൻ വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നു. വേറെ ഒരു വാക്കവിടെ ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനകത്ത് നമ്മൾ കയറാനല്ലോ, അത് നമ്മൾ പ്രാപിക്കാനല്ലോ ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളെ രക്ഷയ്ക്കായി നിങ്ങൾക്ക് ഓൾട്ടർ കോൾ തന്നത്. നിങ്ങൾക്ക് ഓൾട്ടർ കോൾ തന്നത് വേറെ ഒന്നിനല്ല, കടഭാരം മാറ്റാനോ സൗഖ്യമാകാനോ. മഹത്വം വെളിപ്പെട്ടാൽ ബഥാനിയിൽ മഹത്വം വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് ഇനി പോരുവന്നേ. ഇന്ന് രാത്രിയിൽ മഹത്വം വെളിപ്പെട്ടാൽ സകലതും ഇനി വരുവന്നേ. ഇന്ന് രാത്രിയിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണേ. ദൈവമക്കളെ, ഈ മഹത്വത്തിൽ, ഈ തേജസ്സിൽ നമ്മൾ എങ്ങനെയാ പ്രവേശിക്കുന്നത്? മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിന്റെ തേജസ്സിനെ, നിന്റെ മഹത്വത്തെ നീ എനിക്ക് കാണിച്ചു തരണം.
പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20 മുതലുള്ള വാക്യം നോക്കിയേ. ദൈവം മോശയോട് പറയുകയാണ്, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ല. ഒരു മനുഷ്യനും എന്നെ കണ്ടിട്ട് ജീവനോടെ ഇരിക്കുകയില്ല. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ കൃത്യമായി പറയാണ്, എല്ലാ പാറയിലും അല്ല, ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ആ പാറയുടെ പിളർപ്പിലാക്കി. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ നിനക്കെന്റെ തേജസ്സിനകത്ത് നിൽക്കാൻ പറ്റണമെങ്കിൽ, നിന്റെ ശരീരത്തിനത് താങ്ങാൻ കഴിയണമെങ്കിൽ, ആ തേജസ്സിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ആ പാറയിൽ നീ നിൽക്കണം. മണലേലല്ല, മണ്ണിലല്ല, ചെളിയിലല്ല, നീ നിൽക്കേണ്ടത് പാറയിലാണ്. 2, എല്ലാ സൈസ് പാറയ്ക്കകത്തും പറ്റുകയില്ല, നീ ഇറങ്ങി നിൽക്കേണ്ടത് പിളർന്ന പാറയിലാണ്. ഇന്ന് രാത്രിയിൽ ദൈവപുരുഷനായ മോശേ, താങ്കൾക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഒരു പിളർന്ന പാറ ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്ന തേജസ്സിന്റെ പിറകിലും ഈ പിളർന്ന പാറയാണ്. ആ പിളർന്ന പാറയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. ഈ പിളർന്ന പാറയ്ക്കായി സ്തോത്രം. ഈ പിളർന്ന പാറയ്ക്കായി സ്തോത്രം. ഞാൻ ഉറപ്പായും പറയുന്നു, പിളർന്ന പാറ ക്രിസ്തുവാണ്. സമ്മതിക്കുന്നുണ്ടോ? പാട്ടുകാരൻ പാടിയതുപോലെ, പിളർന്നതാം പിളർന്നതാം, ഉറക്കപ്പറ, പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ സ്ഥലം ആ പിളർന്ന പാറയാണ്. ദൈവസഭയോട് കർത്താവ് പറയുന്നു, കടുന്തൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും മറഞ്ഞിരിക്കുന്ന കുറുപ്രാവേ, നിന്റെ ഈണ വരാറായി, നിന്റെ ഈണ വരാറായി, നിന്റെ ഈണ വരാറായി. ക്രിസ്തുവാകുന്ന പാറയിൽ മറഞ്ഞിരിക്കുന്ന, ക്രിസ്തുവാകുന്ന പാറയിൽ കാലുറപ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ, വേദപുസ്തകം പറയുകയാണ്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ആ കന്നിഗർഭത്തിലേക്കും ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും, മോശയെ, നിനക്ക് ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിക്കുവാൻ, കാണുവാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഒരു പിളർന്ന പാറ ആവശ്യമായിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കും? മോശയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തേജസ് സീനായി പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെട്ടപ്പോൾ ആ മഹത്വത്തിൽ ഇരുന്ന മനുഷ്യൻ ഈ ഭൂമിയിലേക്ക്, പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവന്റെ സ്കിന്ന്, മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അവർ മൂടുപടം അണിഞ്ഞു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തേജസ് സ്കിന്നിനകത്താണ്, തൊലിപ്പുറത്താണ് വെളിപ്പെട്ടതെങ്കിൽ, പുതിയ നിയമ വിശ്വാസിയെ, നിന്നിൽ വെളിപ്പെട്ട തേജസ് നിന്റെ സ്പിരിറ്റിലാണ്, നിന്റെ ആത്മാവിലാണ്, നിന്റെ ആത്മാവിലാണ്. ഓ, ഈ ഭാഗ്യം ലഭിച്ചവർ ഇന്ന് രാത്രിയിൽ എങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് എനിക്കറിയില്ല. നിനക്ക് ഈ മഹത്വത്തെ, ഓ യെസ് യെസ് യെസ്, നിനക്ക് ഈ മഹത്വത്തെ ഇന്ന് രാത്രിയിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് നിന്റെ ആത്മ മനുഷ്യനിലാണ്. മോശ മഹത്വത്തെ നോക്കിക്കണ്ടെങ്കിൽ, ഇസ്രായേൽ ജനം മഹത്വത്തിന്റെ നേർക്കാഴ്ചകൾ കത്തുന്ന തീ പോലെ കണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവവൈതലേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് രാത്രിയിൽ നിന്നിൽ വസിക്കുകയാണ്. മഹത്വത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് രാത്രി നിന്നിൽ വസിക്കുകയാണ്. യു ആർ ദ ഗ്ലോറി കാരിയർ, യു ആർ ദ ഗ്ലോറി കാരിയർ. നീ മഹത്വത്തെ ചുമക്കുന്നവനാണ്, നീ മഹത്വത്തെ വഹിക്കുന്നവനാണ്. ഇന്ന് രാത്രി ദൈവമഹത്വത്തെ വഹിക്കുന്ന, ദൈവമഹത്വത്തെ ചുമക്കുന്ന ഒരു തലമുറ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നെടുകയും കുറുകയും നടക്കട്ടെ. അവർ
ദേശത്തിൽ നടക്കുമ്പോൾ, അവർ ഈ ദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ, ദേശത്തെ വാഴുന്ന സകല താക്കോന്യ ശക്തികളും സകല ഇരുളിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു വീഴണം. അസാധാരണമായ ദൈവമഹത്വം. എനിക്കറിയാം ഇപ്പോൾ ചിലത് സംഭവിച്ചു തുടങ്ങുകയാണ്. ആരാധിക്കുന്നവരിൽ ഇന്ന് രാത്രി അത് വെളിപ്പെട്ടു തുടങ്ങുകയാണ്. ഇവിടെ മാത്രമല്ല, നീ ഇട്ടിട്ട് വന്ന നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറകളുടെ മേളിൽ, നിന്റെ സഭാഹോളിൽ, നിന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഗ്ലോറി. You are the glory carrier. Glory carrier. ഇന്ന് മഹത്വത്തെ ചുമക്കുന്നവർ ഇവിടെയുണ്ട്. മഹത്വത്തെ ചുമക്കുന്നവർ, ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്നവർ. ഇന്ന് രാത്രി ഇത് ചെറിയ കളിയല്ല. ദൈവ മഹത്വം ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഉണങ്ങിയ ഒരു കമ്പ് വെച്ചാൽ അത് തളിർക്കുമെങ്കിൽ, തെരഞ്ഞെടുത്ത ചില കമ്പുകൾ ഇവിടെ ഉണ്ട്, തെരഞ്ഞെടുത്ത ചില വടികൾ ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി തെരഞ്ഞെടുത്ത വടി മഹത്വത്തിൽ തളിർക്കപ്പെടും. തെരഞ്ഞെടുത്ത വടി മഹത്വത്തിൽ കിളിർക്കപ്പെടും. തെരഞ്ഞെടുത്ത വടി മഹത്വത്തിൽ പൂക്കും. നിങ്ങളുടെ മിനിസ്ട്രി ഫ്രൂട്ട്ഫുൾ ആകാൻ പോവാ. നിങ്ങളുടെ സഭ ഫ്രൂട്ട്ഫുൾ ആകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി എങ്ങനെ തളിർത്തു? അഹരോനെ, താങ്കൾ എന്തിനാണ് ഈ ബദാമിന്റെ ഉണങ്ങിയ കമ്പ് ഈ മഹത്വം ഇറങ്ങുന്നെടുത്ത് കൊണ്ടുവച്ചത്? നിങ്ങൾക്കറിയാവോ, ദൈവ മഹത്വം വെളിപ്പെട്ടാൽ കാലതാമസങ്ങൾ മാറുകയാണ്. നിന്റെ ജീവിതത്തിൽ വൈകിപ്പിക്കുന്ന ചിലവ്, ഡിലേ ആക്കുന്ന ചിലവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു പോകണേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു പോകണേ. കാലതാമസങ്ങൾ മാറുന്നു. ആത്മാവ് ഇന്ന് രാത്രിയിൽ പ്രവചിക്കുകയാണ്. കാലതാമസങ്ങൾ മാറുന്നു. ഒരു ബദാം കായ്ച്ചു പൂക്കാൻ 5 വർഷം കുറഞ്ഞതെടുക്കും. അമേരിക്കയിൽ കാലിഫോർണിയ എന്ന സ്ഥലത്ത് ബേക്കേഴ്സ്ഫീൽഡ് എന്നൊരു ഇടമുണ്ട്. അവിടെ സന്ദർശിച്ചപ്പോൾ മുഴുവൻ പിസ്താഷ്യൂവും ബദാം വൃക്ഷങ്ങളും കൊണ്ട് നിറയപ്പെട്ട സ്ഥലം. അവിടുത്തെ ഗാർഡനോട്, തോട്ടക്കാരനോട് ഞാൻ വ്യക്തിപരമായി ചോദിച്ചു, ബ്രദർ, ഈ ബദാം കായ്ക്കാൻ എത്ര കൊല്ലം എടുക്കും? പുള്ളി പറഞ്ഞു, കുറഞ്ഞത് 5 years, അറ്റ്ലീസ്റ്റ് 5 years. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ് മഹത്വത്തിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ യോഹന്നാൻ 2:11 എഴുതിയിട്ടുണ്ട്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം. ആ വീട്ടിൽ എന്തുവാ വെളിപ്പെട്ടെ? ആ വീട്ടിൽ എന്തുവാ വെളിപ്പെട്ടെ? നിങ്ങൾക്കറിയാമോ, ഓറഞ്ച് ജ്യൂസ് 2 മിനിറ്റ് കൊണ്ടുണ്ടാക്കാം, നാരങ്ങ വെള്ളം 2 മിനിറ്റ് കൊണ്ടുണ്ടാക്കാം, ചായ 5 മിനിറ്റ് കൊണ്ടുണ്ടാക്കാം. പക്ഷെ വീഞ്ഞ് 2 മിനിറ്റ് കൊണ്ടുണ്ടാകില്ല. വീഞ്ഞ് 2 ദിവസം കൊണ്ടുണ്ടാകില്ല. അത് വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ് മഹത്വം ഇറങ്ങിയപ്പോൾ നിമിഷം കൊണ്ട് കാര്യങ്ങൾ തിരിയുകയാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു ആലോചനയാണ്. ഈ ശുശ്രൂഷകരോടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോടും ദൈവസഭയോടും കർത്താവ് ഇടപെടുന്നു. നിന്റെ മുമ്പിൽ പിശാച് വെച്ച കാലതാമസങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവ തേജസ്സിനാൽ ഭയപ്പെട്ടു പോവുകയാണ്. എന്തൊക്കെ വൈകിപ്പിക്കുന്നു അതെല്ലാം ഇന്ന് രാത്രിയിൽ മാറിപ്പോവുകയാണ്. അശുദ്ധാത്മാക്കൾ അഴിഞ്ഞു പോകട്ടെ. അന്ധകാര ശക്തികൾ അഴിഞ്ഞു പോകട്ടെ.
ഇതാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ദൈവത്തിന്റെ മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ തേജസ് ഒരിടത്ത് ഇറങ്ങിയാൽ, പിന്നെ അവിടെ വ്യക്തികൾക്കൊന്നും യാതൊരു റോളും ഇല്ല. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പുരോഹിതന്മാർ ഒന്ന് ചാർപ്പിട്ടപ്പോൾ, ദൈവത്തിന്റെ മഹത്വം തേജസ് ആലയത്തിൽ ഇറങ്ങി വന്നപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു, സിസ്റ്റം ഓഫ് ചെയ്തു, മുഴുവനും മഹത്വത്തിൽ വീണു. പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവസഭയിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തല തകർന്ന ലൂസിഫർ അല്ല, അവന്റെ ഏജന്റുമാരല്ല, പൈശാചിക ശക്തികളല്ല, കമ്മിറ്റിയല്ല, കനാൻസിയല്ല. ഇന്ന് രാത്രി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. പ്രാർത്ഥിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ശുശ്രൂഷകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, അപ്പാ ഞാൻ നിൽക്കുന്നിടത്ത്, ഞാൻ മിനിസ്ട്രി ചെയ്യുന്നിടത്ത് നിന്റെ തേജസ് ഇറങ്ങി വരണം. തേജസ് ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ പിന്നെ നീ പാടണം എന്ന് നിർബന്ധമില്ല. ഇറങ്ങി വന്നാൽ പിന്നെ നീ പ്രസംഗിക്കണം എന്ന് നിർബന്ധമില്ല. അല്ല, തിരിച്ചു പറയാ, ഇറങ്ങി വന്നാൽ പിന്നെ നിനക്ക് പ്രസംഗിക്കാൻ പറ്റുകയില്ല. പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇറങ്ങി വന്ന തേജസ്സാണ്, ഇറങ്ങി വന്ന മഹത്വമാണ്. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് അതിങ്ങനെ ഒരു തിരമാല പോലെ, ഒരു തിരമാല പോലെ, ഒരു തിരമാല പോലെ. കുറച്ചേരോടെ ഇരിക്കാവോ? പിശാച് ഭയപ്പെടുന്നത് ഈ തേജസ്സിന്റെ കർത്താവിനെയും ഈ തേജസ്സിന്റെ ശുശ്രൂഷയാണ്. കാരണം ദൈവത്തിന്റെ മഹത്വം ഒരിടത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിന്റെ തേജസ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ 2-3 ഉദാഹരണം പറയാം. ലാസർ എന്ന് പറയുന്ന തൻ്റെ ഏക സഹോദരനെ മാർത്തയ്ക്കും മറിയയ്ക്കും നഷ്ടപ്പെട്ടപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ആ മരണ വീട്ടിൽ യേശു എത്തുമ്പോൾ സഹോദരിയായ മാർത്ത വന്ന് പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം എന്നറിയാവോ? ഇന്നലകളിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിൽ എനിക്ക് ഈ പ്രശ്നം വരികയില്ലായിരുന്നു. എന്നിട്ട് ആ പുള്ളിക്കാരി വേറൊരു വാക്കൂടെ പറയുകയാണ്, സാരയില്ല, പുനരുത്ഥാനത്തിന്റെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർക്കും എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാവോ? നാളകളിൽ ഒരത്ഭുതം നടക്കും. ഇത് രണ്ടും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. ഇന്നലകളിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചായിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. സാരയില്ല, വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം പ്രവർത്തിക്കും. പക്ഷേ മാർത്തേ, മറിയേ, യേശുവിനെ പറയാനുണ്ട്, അവനെ വെച്ച സ്ഥലം എവിടെ? കാരണം ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളെയുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നിന്റെ ദൈവമാണ്. I am going to do something today. I am going to do something today. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവൻ, ആദിമ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്തവൻ, ഒളിവിലല്ല, ലീവിലല്ല. ആമീൻ. യേശു ഒളിവിലല്ല, ലീവിലല്ല, കല്ലറയിലല്ല, മോർച്ചറിയിലല്ല, ഖബറിലല്ല. ഇന്ന് രാത്രിയിലും അവൻ ജീവിക്കുന്നവനാണ്. മോനെ, എന്നിട്ട് എന്താ ആ കുടുംബത്തോട് യേശു പറഞ്ഞേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. എന്റെ ചോദ്യം ഇതാണ്, ആ വീട്ടിൽ
യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കാരണത്താൽ നഷ്ടപ്പെട്ട, ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് വിധിച്ച സഹോദരൻ തിരിച്ചു വന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഇന്ന് രാത്രി അതിശക്തമേറിയ ദൈവ മഹത്വത്തിന്റെ മുൻപിൽ, ദൈവ തേജസ്സിന്റെ മുൻപിൽ നഷ്ടപ്പെട്ടതും പിന്മാറിപ്പോയതും എല്ലാം ഇന്ന് രാത്രി തിരിച്ചു വരും. വരും, വന്നേ പറ്റൂ. Fill in this place, the glory of the Lord. Fill in this place. വരും. വേറൊന്നും വേണ്ട, ഒറ്റ പ്രാർത്ഥന. അപ്പാ, അങ്ങയുടെ മഹത്വം എൻ്റെ വീട്ടിൽ വെളിപ്പെടണം. 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് ആകേണ്ട വീഞ്ഞ്, പച്ചവെള്ളം ഒറ്റ സെക്കൻഡ് കൊണ്ട് വീഞ്ഞായി. ഈ 4-5 വർഷമെങ്കിലും എടുക്കും അതൊന്ന് ശരിയാകാൻ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പൊ ഇവിടെ നടക്കും. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമോ? 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതില് പണി 52 ദിവസം കൊണ്ട് തീർത്തില്ലേ? ആഹാബിന്റെ രഥചക്രങ്ങൾ കോടിയെത്താൻ കഴിയാത്ത വേഗതയിൽ ഓരേബിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ഏലിയ ഓടി എത്തിയില്ലേ? വിശ്വസിക്കുക. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ആ 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഈ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നതിനും പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നതിനും ഒരു പരിധിയില്ലേ? ഇതിനപ്പുറത്ത് വാക്കുകൾ കിട്ടുന്നില്ല. സൂര്യനെ പോലെ ശോഭിച്ചെന്നും വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായെന്നും ഒക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. ആ പർവ്വതത്തിന്റെ മേളിൽ തേജസ് ഇറങ്ങി വന്നു. അപ്പോ ഈ തേജസ്സിലേക്ക് 3 പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി. 12 പേരിൽ 3 എണ്ണത്തിന്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 9 എണ്ണത്തെ പർവ്വതത്തിന്റെ അടിവാരത്ത് നിർത്തിയിട്ട് 3 എണ്ണത്തെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? ദൈവം തമ്പുരാൻ ഏതെങ്കിലും മേഖലയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ കൂട്ടത്തിൽ നിന്നോ നിന്നെ മാത്രം ഇഞ്ഞടർത്തി മാറ്റുന്നെങ്കിൽ അത് അവന്റെ മഹത്വത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ മറ്റാരെ
ആരെയും കാണിച്ചിട്ടില്ലാത്ത കാഴ്ചകളിൽ നിന്നെ എത്തിക്കാൻ ദൈവം നിനക്ക് തരുന്ന ഇൻവിറ്റേഷൻ ആണ്. കുടുംബത്തിനകത്തോ ജീവിത സാഹചര്യങ്ങളിലോ എവിടെയെങ്കിലും ഇന്ന് രാത്രിയിൽ ഒറ്റപ്പെടുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ നിന്ന് കർത്താവ് നിന്നെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ, ആ സെപ്പറേഷൻ ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ്. ആ പ്രിപ്പറേഷനിൽ നിനക്കൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനിൽ നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.